ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലെ യുദ്ധത്തിന് വേണ്ടി പ്രയത്നം ചെയ്യുന്ന കൗരവ പാണ്ഡവ പക്ഷം സൈനിക സമാഹരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാണ്ഡവന്മാരുടെ മാതുരൻ അമ്മാവനായ ശല്യരെ ദുര്യോധനൻ കുതന്ത്രം ഉപയോഗിച്ച് പാട്ടിൽ പിടിക്കുകയും അദ്ദേഹത്തിനെ സത്യാപാരണം എന്ന ഒരു പാശം കൊണ്ട് കെട്ടി എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കുടുക്കി സ്വപക്ഷം ചേർക്കുകയാണ്. വാക്ക് പാലിക്കാനുള്ള ഒരു സന്ദർഭമുണ്ടാക്കിയിട്ട് എന്ത് വരം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ സേനാ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ചതിച്ചു. പാണ്ഡവന്മാരെ കാണാൻ ചെന്ന ശല്യർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാണ്ഡവന്മാർക്ക് വേണ്ടി കർണനെ യുദ്ധത്തിൽ തേജോവധം ചെയ്യാം എന്ന് അദ്ദേഹം വാക്ക് കൊടുക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ദുര്യോധനൻ തനിക്ക് വേണ്ടി സഹായമായിട്ട് സ്വീകരിച്ചത് ഒരു സർപ്പത്തെ, ഒരു കാളസർപ്പത്തെ തൻ്റെ മെത്തയിൽ കൂടെ കിടത്തുക എന്നുള്ള വലിയ അപകടമാണ് ഈ ദുര്യോധനൻ ചെയ്തത് വലിയ സൂത്രം, വലിയൊരു ഉപായം, വലിയൊരു നയതന്ത്രജ്ഞന്റെ രീതിയിൽ ചെയ്തതാണെങ്കിലും അത് അദ്ദേഹത്തിന് തന്നെ വലിയ ഒരു സ്വന്തം അവനവന് പാരയായിട്ട് മാറി, അവനവന് തന്നെ വലിയ ഒരു ദോഷമായിട്ട് ഭവിച്ചു എന്ന് വേണം പറയാൻ. ശല്യര് യുധിഷ്ഠിര മഹാരാജാവിന് ഈ ദുഃഖങ്ങളൊക്കെ എല്ലാവർക്കും വരും, ഇന്ദ്രന് പോലും ദുഃഖമുണ്ടായി എന്ന് കാണിക്കുന്ന ഒരു കഥ പറയുകയാണ്. ആ ഇന്ദ്രൻ ബ്രഹ്മഹത്യാ പാപം കൊണ്ട് ഇന്ദ്രലോകം വിട്ട് പോയ സമയത്ത് നഹുഷൻ താൽക്കാലികം ഇന്ദ്രനായിട്ട് നിയോഗിക്കപ്പെടുകയും ഇന്ദ്രാണിയെ തൻ്റെ വശത്ത് കൊണ്ട് തൻ്റെ പത്നിയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു. അതിന് വഴിയെന്താണ് എന്ന് ആലോചിച്ചുകൊണ്ട് ദേവന്മാര് ബൃഹസ്പതിയെ കണ്ടു. ബൃഹസ്പതി ശചിക്ക് അഭയം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നഹുഷനോട് ഇന്ദ്രാണി ചെന്ന് അവധി വാങ്ങട്ടെ, കാലം മാറുമ്പോൾ ചിലതൊക്കെ മാറും, കഷ്ടകാലം മാറി വരും എന്ന് മാത്രമല്ല കാലം പല വിഘ്നങ്ങളും ഉണ്ടാക്കും, കാലം കാലനിലേക്ക് നമ്മളെ അടുപ്പിക്കും എന്നാണ്. ബഹുവിഘ്നാഹ സുരാഹ കാലക്കാലം നയിഷ്യതി. വലിയൊരു ലോകതത്വമാണ് പറഞ്ഞത്. കാലം ഇങ്ങനെ മുന്നോട്ട് പോകും തോറും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് പലതരം തടസ്സങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കാലം സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കരുത് എന്ന് പറയുന്നത്. കാത്തു നിന്നാൽ ശത്രുവിന് എന്തുണ്ടാകും? കഷ്ടകാലം വരും. കാലം നയിഷ്യതി. അപ്പോൾ കാലം എന്ത് ചെയ്യും? കാലം ശത്രുവിനെ കാലന്റെ അടുത്തേക്ക് അടുപ്പിക്കും. അപ്പോൾ അയാൾക്ക് ബുദ്ധി മാറുകയോ അബദ്ധങ്ങൾ ചെയ്യുകയോ പ്രമാദങ്ങൾ കാണിച്ചിട്ട് ആപത്തിൽപ്പെടുകയോ ചെയ്യും. അതുപോലെ നഹുഷനും അഹങ്കാരം കൊണ്ട് തന്നെ നശിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ ശചീദേവി നഹുഷനെ ചെന്ന് കാണുകയാണ്. ലജ്ജാവിവശമായിട്ട് കാണുന്ന തൻ്റെ മുന്നിൽ വന്നു ചേരുന്ന ശചീദേവിയോട്, എന്താണ് സുന്ദരി, നീ എന്തിനാണ് വന്നത്? നീ എന്താണ് എന്നെ ഭജിക്കാത്തത്? എന്നെ എന്താണ് സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ വളരെ നാണം കുണുങ്ങിക്കൊണ്ട് ശചീദേവി പറഞ്ഞു, എൻ്റെ ഭർത്താവായ ശക്രൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് കൃത്യമായി അറിയട്ടെ, അതുവരെ എനിക്ക് അവധി തരണം, സമയം തരണം എന്ന് പറഞ്ഞു. വിടനായ കാമലോലുപനായ നഹുഷൻ അത് സമ്മതിക്കുകയും ചെയ്തു. ഈ സമയത്ത് ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അദ്ദേഹത്തെ ചെന്ന് കണ്ട് വീണ്ടും സ്തുതിച്ചു. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, എന്നെ ഭജിച്ച് ശക്രൻ പാപവിമുക്തനാകും, അതിനുവേണ്ടി അദ്ദേഹം എന്നെ ഭജിക്കാൻ വേണ്ടി അശ്വമേധയാഗം നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുക എന്ന് നിർദ്ദേശിച്ചു. നഹുഷൻ സ്വന്തം കർമ്മത്തെ തന്നെ നശിക്കും, അതിനുവേണ്ടി കാത്തിരിക്കൂ എന്നും വിഷ്ണു പറഞ്ഞു. ദേവന്മാർ സന്തോഷിച്ചു. അവർ ഇന്ദ്രന്റെ അടുത്ത് ചെന്നു. ഇന്ദ്രന്റെ സമ്മതപ്രകാരം ഇന്ദ്രന് വേണ്ടി അവർ അശ്വമേധയാഗം ചെയ്തു. അങ്ങനെ ബ്രഹ്മഹത്യാ പാപത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ചെറിയ ഇളവ് അവർക്ക് കിട്ടി. എന്താണ്? ആ ബ്രഹ്മഹത്യാ പാപത്തെ വൃക്ഷങ്ങൾക്കും നദികൾക്കും പർവ്വതങ്ങൾക്കും സ്ത്രീകൾക്കുമായി വിഭജിച്ചു കൊടുത്തു. ഈ കഥയൊക്കെ മറ്റു പുരാണങ്ങളിൽ കുറച്ചുകൂടി പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 4ആയി വിഭജിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നഹുഷന്റെ വരബലം കൊണ്ട്, അതായത് ദേവന്മാർ തന്നെ കൊടുത്ത വരങ്ങളെ കൊണ്ടും ഋഷിമാരും മറ്റും അദ്ദേഹത്തിന് അർപ്പിക്കുന്ന ഹവ്യകവ്യങ്ങൾ, ഹവിസ്സും കവ്യം മുതലായ സമർപ്പണങ്ങളും കൊണ്ടാണ് ഈ നഹുഷന് ശക്തി വർദ്ധിച്ചിരിക്കുന്നത്. അതറിഞ്ഞ് ഈ ഇന്ദ്രന് നഹുഷന്റെ അടുത്തേക്ക് പോകാൻ പോലും ധൈര്യമുണ്ടായില്ല. അദ്ദേഹം പേടിച്ച് എന്ത് ചെയ്തു? പരിഭ്രമം കൊണ്ട് അന്തർധാനം ചെയ്തു. എവിടെയോ ചെന്ന് വിളിച്ചു. എവിടെയാണെന്ന് പോലും ഒരു വിവരവും ആർക്കുമില്ലായിരുന്നു. ഇതറിഞ്ഞ ശചീദേവി വളരെ ദുഃഖിതയായിട്ട് രാത്രിയുടെ അഭിമാന ദേവതയായ ഉപശ്രുതി എന്ന് പറയുന്ന ദേവിയെ ഉപാസന ചെയ്തു, പ്രാർത്ഥിച്ചു. ഈ ഉപശ്രുതി എന്ന ദേവി ശചിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ പതിവ്രതയാണ്, തപസ്സുള്ളവളാണ്, യമനിയമങ്ങൾ ഉള്ളവളാണ്, അതുകൊണ്ട് ഞാൻ നിന്നിൽ സന്തോഷിച്ചു. ഞാൻ നിനക്ക് ശക്രനെ കാണിച്ചു തരാം, ഇന്ദ്രനെ കാണിച്ചു തരാം, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോയി.
പർവ്വതങ്ങളും നദികളും കാടുകളും നിരവധി താണ്ടി ഹിമാലയ പർവ്വതം കടന്ന് വടക്ക് ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു സമുദ്രമധ്യത്തിൽ ഒരു മഹാദ്വീപ് കണ്ടു. ആ ദ്വീപില് ദിവ്യമായ ഒരു സരസ്, 100 യോജന വിസ്താരമുള്ള സരസ്. ആ സരസിൽ ദിവ്യമായ പത്മങ്ങൾ, താമരകൾ വിടർന്നു നിൽക്കുന്നു. അതൊരു വലിയ വെള്ളത്താമരയിൽ വലിയ ഉയർന്നു നിൽക്കുന്ന കർണികയോട് കൂടിയിട്ടുള്ള നാളത്തോട് കൂടിയിട്ടുള്ള താമര കണ്ടു. ആ താമരയിലേക്ക് ഈ ഉപശ്രുതി ദേവി സൂക്ഷ്മ രൂപം ധരിച്ചുകൊണ്ട് ആ നാളം ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു. ശചിയെയും കൂട്ടിയിട്ട് പോയി. അവിടെ ഇന്ദ്രൻ സൂക്ഷ്മരൂപിയായിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അവിടെ വെച്ച് ശക്രനും ശചീദേവിയും തമ്മിൽ സംഭാഷണം ചെയ്തു. ഇന്ദ്രൻ ശചിയോട് പറഞ്ഞു, വിക്രമസ്യ എന്ന കാലോയം, ഇപ്പോൾ പരാക്രമം ചെയ്യേണ്ട കാലമല്ല. അത് മഹാവിഷ്ണു പറഞ്ഞിട്ടുണ്ട്, ബൃഹസ്പതിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാലം വരുമ്പോൾ അനുകൂലമാക്കുമ്പോൾ എല്ലാം നടക്കും. ഹവ്യകവ്യങ്ങൾ കൊണ്ട് അവനിപ്പോൾ ബലശാലിയാണ്, അവനോട് എനിക്ക് ഏറ്റുമുട്ടൽ പറ്റില്ല. അതുകൊണ്ട് നീ ഏകാന്തത്തിൽ ചെന്ന് അവനോട് പറയണം, ഋഷിയാനേന ദിവ്യേന മാമുപേഹി ജഗത്പതേ. അല്ലയോ ഇന്ദ്ര, ഋഷിയാനം ഋഷിമാരാകുന്ന വാഹനത്തിൽ നീ എന്നെ സമീപിക്കണം എന്ന് പറയുക, തന്ത്രപൂർവം പറയുക. അങ്ങനെ ഇന്ദ്രൻ വഴി പറഞ്ഞു കൊടുത്തു. ഇന്ദ്രാണി തിരിച്ചു വന്ന് നഹുഷനെ കണ്ടു. പഴയതുപോലെ അവർ നഹുഷൻ അങ്ങനെ ഈ ശചീദേവിയെ കണ്ട് കാമാസക്തനായിട്ട് അടുത്ത് വന്നു. എന്താണ് സുന്ദരി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇന്ദ്രാണി ലജ്ജ നടിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ ഞാൻ അങ്ങയെ ഒരു പ്രത്യേക രീതിയിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? അങ്ങക്ക് ഇപ്പോൾ ചില കുറവുണ്ട്. എന്താണ്? ഇന്ദ്രസ്യ വാജനോ വാഹ ഹസ്തനോ രഥസ്തഥ. ഇന്ദ്രന് കുതിരയും ആനയും രഥവും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളാണ്. മഹാവിഷ്ണുവിന് ഗരുഡൻ, അതുപോലെ രുദ്രന് കാള, ഇങ്ങനെയൊക്കെ വാഹനങ്ങളുണ്ട്. എന്ന വിഷ്ണു ഇച്ഛാമ്യഹ മഥാപൂർവം വാഹനം തേ സുരാധിപ. അങ്ങക്ക് അപൂർവമായൊരു വാഹനത്തിൽ അങ്ങ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിഷ്ണുവിനും രുദ്രനും ഒന്നും ഇല്ലാത്ത, അസുരന്മാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക വാഹനം, അപൂർവമായ വാഹനത്തിൽ അങ്ങ് വരണം, എൻ്റെ അടുത്ത് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. വഹന്തുത്വ മഹാഭാഗാഹ ഋഷയ സംഗതാ വിഭോ. മഹർഷിമാർ ഒരുമിച്ച് ചേർന്ന് അങ്ങയെ വഹിച്ചിട്ട് വരണം. അത് പല്ലക്കിലായിക്കോട്ടെ, എല്ലാവർക്കും ചേർന്ന് ഒരാളെ പൊക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പല്ലക്ക് അങ്ങിരിക്കുക. ആ പല്ലക്ക് മഹർഷിമാർ ചുമലിൽ എടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ വന്നാൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നഹുഷൻ, കാമാന്ധനായ നഹുഷൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. ഞാൻ ആരാണ്? ഞാൻ അഹം തപസ്വി ബലവാൻ ഭൂതഭവ്യ ഭവത് പ്രഭു. ഞാൻ തപസ്വിയാണ്, ബലവാനാണ്, ശക്തിയുള്ളവനാണ്, സകല ജീവജാലങ്ങൾക്കും ഞാൻ പ്രഭുവാണ്. പിന്നെയോ, ഞാൻ കോപിച്ചാൽ ഈ ലോകം നിലനിൽക്കില്ല. ഞാനെന്ന് നോക്കിയാൽ തന്നെ സകല ജീവജാലങ്ങളുടെയും തേജസ് നശിച്ചു പോകും. ഋഷിമാരുടെ പോലും തേജസ് കവർന്നെടുക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് എനിക്ക് അവരെ ഭയമൊന്നുമില്ല, നീ പൊയ്ക്കോളൂ, ഞാൻ അങ്ങനെ വരാം എന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞു. അങ്ങനെ നഹുഷൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ഇന്ദ്രാണി ബൃഹസ്പതിയുടെ അടുത്ത് ചെന്ന് തൻ്റെ ദുഃഖം പറഞ്ഞു. ബൃഹസ്പതി പറഞ്ഞു, ഭയക്കേണ്ട, അവൻ അടുത്ത് തന്നെ നശിക്കും, നാശമുണ്ടാകും എന്ന് പറഞ്ഞ് ബൃഹസ്പതി അഗ്നിയിൽ ഒരു ഹോമം ചെയ്തു. ശക്രനെ, ഇന്ദ്രനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ഹോമം ചെയ്തു. ആ ഹോമത്തിൽ ഹുതാശനൻ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. ശക്രം അന്വേഷ്യത, ഇന്ദ്രനെ അന്വേഷിക്കൂ എന്ന് ബൃഹസ്പതി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അഗ്നി ഭഗവാൻ ഒരു സ്ത്രീരൂപം ധരിച്ചുകൊണ്ട് ഇന്ദ്രനെ അന്വേഷിച്ചുകൊണ്ട് നിരവധി ലോകങ്ങളിലൊക്കെ സഞ്ചരിച്ചു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്ക് എല്ലായിടത്തും അന്വേഷിക്കാൻ പറ്റി, പക്ഷേ വെള്ളത്തിൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. വെള്ളത്തിൽ പ്രവേശിച്ചാൽ എൻ്റെ തേജസ് നശിച്ചു പോകും, അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ എനിക്ക് ചെല്ലാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബൃഹസ്പതി പറഞ്ഞു, അധ്യോഗ്നിർ, അത് ഇന്ദ്രൻ അഗ്നി പറയുകയാണ്, ഒരു പ്രമാണം പറയുകയാണ്. അധ്യോഗ്നിർ ബ്രഹ്മതക്ഷത്രം അശ്മനോ ലോകമുത്ഥിതം തേഷാം സർവത്രകം തേജ ശ്വാസു യോനിഷു ശാമ്യതി. വെള്ളത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടാകുന്നത്. അതായത് അഗ്നിയുടെ യോനി വെള്ളമാണ്, ജനന കാരണം വെള്ളമാണ് എന്നർത്ഥം. അതുകൊണ്ട് ആ അഗ്നി വെള്ളത്തിൽ ലയിച്ചു ചേരും. അതാണ് അഗ്നിക്ക് ജലഭയം ഉണ്ടാകാൻ കാരണം. അതുപോലെ ബ്രഹ്മതക്ഷത്രം, ബ്രാഹ്മണനാണ് ക്ഷത്രിയൻ്റെ യോനി, ബ്രാഹ്മണനിൽ നിന്നാണ് ക്ഷത്രിയൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്ഷത്രിയന് ബ്രാഹ്മണനെ ഭയക്കണം, ബ്രാഹ്മണനുമായിട്ട് ഏറ്റുമുട്ടിയാൽ ക്ഷത്രിയൻ പരാജയപ്പെടും എന്നുള്ളത്. അശ്മനോ ലോഹമുത്ഥിതം, കല്ലിൽ നിന്നാണ് ഇരുമ്പുണ്ടാകുന്നത്. അതുകൊണ്ട് ഇരുമ്പിനെ ക്ഷയിപ്പിക്കാൻ കല്ലിന് സാധിക്കും. കല്ലിൽ ഉരസിയിട്ടാണ് ഇരുമ്പിന് തേയ്മാനം വരിക. അതുകൊണ്ട് ശ്വാസ യോനിഷു ശാമ്യതി, എല്ലാത്തിൻ്റെയും തേജസ് സ്വന്തം യോനിയിൽ, സ്വന്തം ജനന കാരണമായ വസ്തുവിൽ ചെന്ന് അടങ്ങും, അല്ലെങ്കിൽ ലയിച്ചു പോകും, അല്ലെങ്കിൽ ശമിച്ചു പോകും. ബൃഹസ്പതി അഗ്നിയെ പ്രശംസിച്ചു, സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് സാധിക്കും, നിനക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നവനാണ്, ത്വയി സർവമിതും ജഗത്ത്, നിന്നിലാണ് ഈ ലോകം കിടക്കുന്നത് എന്ന് പറഞ്ഞ് സ്തുതിക്കുകയും അതുപോലെ ഞാൻ എൻ്റെ
സനാതനമായ ബ്രാഹ്മമന്ത്രങ്ങൾ വേദമന്ത്രങ്ങളെ കൊണ്ട് നിന്റെ ശക്തി വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അഗ്നി ആശ്വസിപ്പിച്ചുകൊണ്ട് ഇന്ദ്രാന്വേഷണത്തെ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് ഒടുവിൽ ഒരു താമരയുടെ നാളത്തിൽ ഇന്ദ്രനെ കണ്ടെത്തി തിരിച്ചു വന്നു കാര്യം പറഞ്ഞു. ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ അവിടെ ചെന്ന് ഇന്ദ്രനെ സ്തുതിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, എല്ലാവരും എൻ്റെ കൂടെ നിന്ന് നമുക്ക് ഒരുമിച്ച് യാഗഭാഗം സ്വീകരിക്കാം, ഒരുമിച്ച് നഹുഷനെ നേരിടാം എന്ന് പറഞ്ഞ് അവർ ശക്തി ആർജിച്ച് ഒരുമിച്ച് ചെന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്താണ് അവിടെ അഗസ്ത്യ മഹർഷിയെ പ്രത്യക്ഷപ്പെടുന്നത്. അഗസ്ത്യ മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ദ്ര, അങ്ങ് വിശ്വരൂപനെ വധിച്ചു, നന്നായി. വൃത്രാസുരനെ കൊന്നു, പരമഭാഗ്യമാണ്. ഇപ്പോഴിതാ അങ്ങയെ എതിരിട്ട് ശക്തി നേടിയ നഹുഷനും ഇന്ദ്രലോകത്തിൽ നിന്നും ഭ്രഷ്ടനായിരിക്കുന്നു, അവൻ താഴെ വീണിരിക്കുന്നു. ഇന്ദ്രൻ അത്ഭുതത്തോടുകൂടി ഈ അഗസ്ത്യ മഹർഷിയെ സ്വീകരിച്ചു, അർഘ്യപാദ്യാദികം ചെയ്ത് പൂജിച്ചു. എന്നിട്ട് പറഞ്ഞു, നഹുഷൻ എങ്ങനെയാണ് ഭ്രഷ്ടനായി തീർന്നത്? അഗസ്ത്യൻ പറഞ്ഞു, മഹർഷിമാര് പല്ലക്കല് ഇദ്ദേഹത്തെ ചുമന്ന് ശചിയുടെ ഗൃഹത്തേക്ക് പോവുകയായിരുന്നു. വഴിമധ്യേ ഋഷിമാര് അദ്ദേഹത്തോട് ചോദിച്ചു, പശുക്കൾക്ക് പ്രോക്ഷണം ചെയ്യാനുള്ള ഒരു മന്ത്രം വേദത്തിലുണ്ടല്ലോ, യാഗത്തിൽ ചെയ്യുന്ന പ്രോക്ഷണ മന്ത്രം, ആ മന്ത്രത്തെ അങ്ങ് പ്രാമാണികമായിട്ട് കരുതുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ അഹങ്കാരിയായ നഹുഷൻ പറഞ്ഞു, ഞാൻ അത്തരം മന്ത്രങ്ങളെയൊന്നും പ്രാമാണികമായി കാണുന്നില്ല എന്ന് പറഞ്ഞു. ഋഷിമാര് പറഞ്ഞു, അങ്ങ് ചെയ്തിരിക്കുന്നത് അധർമ്മമാണ്, അധർമ്മത്തിൽ പ്രവർത്തിക്കുകയാണ് അങ്ങ്, വേദത്തെ നിന്ദിക്കരുത്, വേദമന്ത്രങ്ങളെ അങ്ങ് നിന്ദിക്കരുത്, അത് തെറ്റാണ്, അധർമ്മമാണ് എന്ന് പറഞ്ഞപ്പോൾ നഹുഷൻ അവരോട് തർക്കിക്കാൻ തുടങ്ങി. തതോ വിവദമാനസമനഭി സഹവാസവ, ഈ മഹർഷിമാരുമായിട്ട് അദ്ദേഹം വിവാദം ചെയ്തു, തർക്കം ചെയ്തു, ദേഷ്യം വന്നു. ആ തർക്കത്തിൽ ദേഷ്യം വന്നിട്ട് ഉത്തരം മുട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ദേഷ്യം വരുമ്പോൾ എന്തും ചെയ്യുമല്ലോ. ഇദ്ദേഹം അഗസ്ത്യൻ പറയാം, എൻ്റെ മൂർധാവിൽ അദ്ദേഹം കാലുകൊണ്ട് ചവിട്ടി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ മഹർഷിമാരെ ധിക്കരിക്കുകയും വേദത്തെ ദൂഷിക്കുകയും എൻ്റെ മൂർധാവിൽ ചവിട്ടുകയും ചെയ്തു, അതുകൊണ്ട് നീ ഭ്രഷ്ടനായിരിക്കുന്നു. 10,000 വർഷം നീ ഒരു സർപ്പമായിട്ട് ഭൂമിയിൽ സഞ്ചരിച്ച് ഒടുവിൽ നിനക്ക് മോക്ഷം കിട്ടി, നീ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാകട്ടെ എന്ന് ശാപം കൊടുത്തു. അങ്ങനെ അവൻ താഴോട്ട് വീണു, പാമ്പ് സർപ്പമായിട്ട് താഴോട്ട് വീണു. അതുകൊണ്ട് ഇന്ദ്ര, നീ ജയിച്ചിരിക്കുന്നു, നീ ദേവലോകത്തേക്ക് തിരിച്ചു വന്ന് ലോകം ഭരിക്കുക എന്ന് പറഞ്ഞു. ഇന്ദ്രനും ദേവന്മാരും സന്തോഷിച്ചു. എല്ലാവരും, ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും ഒക്കെ തന്നെ ഇന്ദ്രനെ ഭംഗിയായി സ്തുതിച്ചു. ഇങ്ങനെ തിരിച്ചു വന്ന് ഇന്ദ്രൻ വീണ്ടും ലോകം ഭരിക്കുകയും ചെയ്തു. ഈ കഥയാണ് ശല്യര് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത്. അതുപോലെ അല്ലയോ യുധിഷ്ഠിര, ഈ ഇന്ദ്രന് സംഭവിച്ചതുപോലെ താൽക്കാലികമായ പരാജയമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും നീ ദുര്യോധനനെയും കർണനെയും ആ ദുഷ്ടന്മാരായ ആളുകളെ നിഗ്രഹിച്ച് വീണ്ടും നിനക്ക് രാജ്യം ലഭിക്കും, സുഖം അനുഭവിക്കും. ഈ യുദ്ധത്തിൽ മുഴുവൻ ക്ഷത്രിയന്മാരും നശിച്ചു പോകും. ദുര്യോധനാപരാധേന ഭീമാർജുന ബലേനച, ദുര്യോധനന്റെ പാപം കൊണ്ടും ഭീമാർജുനന്മാരുടെ ബലം കൊണ്ടും ക്ഷത്രിയ വിനാശമുണ്ടാകും എന്ന് പറഞ്ഞു. ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. വ്യാസൻ ഇവിടെ ഈ കഥയുടെ ഫലശ്രുതി പറഞ്ഞു. ഈ കഥ ശ്രവണം ചെയ്യുന്നതിലൂടെ ധൂതപാപ്മാ, പാപം നശിക്കും, സ്വർഗം ലഭിക്കും, ശത്രുഭയം നീങ്ങും, പുത്രലാഭമുണ്ടാകും, ആപത്ത് വരില്ല, യുദ്ധത്തിലും മറ്റും ജയമുണ്ടാകും എന്നൊക്കെയുള്ള ഫലശ്രുതി ഈ വൃത്രവാസവ യുദ്ധത്തിന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഈ നഹുഷന്റെയും മറ്റും കഥ വേദപ്രസിദ്ധമായ കഥയാണ്, പുരാണപ്രസിദ്ധമായ കഥയാണിത്. യുധിഷ്ഠിരൻ ശല്യരോട് ഒരിക്കൽ കൂടി പറഞ്ഞു, കർണന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ, അങ്ങക്ക് കർണന്റെ സാരഥ്യം കിട്ടിക്കഴിഞ്ഞാൽ അവനെ തേജോവധം ചെയ്യണം, മറക്കരുത്. അപ്പോൾ ശല്യർ പറഞ്ഞു, ഞാൻ മറക്കില്ല, അത് ഞാൻ ഏറ്റുകഴിഞ്ഞു. വേറെയും നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ ശത്രുപക്ഷത്ത് ഇരുന്നു കൊണ്ട് ചെയ്തു തരാം എന്ന് ശല്യർ വാക്കുകൊടുത്തു. അങ്ങനെ ദുര്യോധനൻ പ്രയോഗിച്ച സൂത്രം, അദ്ദേഹം ഉപയോഗിച്ച ഉപായം അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞു കടിക്കുന്ന ഒരു പാമ്പായിട്ട് എങ്ങനെ വന്നു എന്നാണ് ഈ ശല്യരുടെ കഥ കാണിക്കുന്നത്.